കൊച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കൂണ് നമുക്ക് തോരൻ വെക്കുന്നതായിട്ട് നമുക്ക് കാണിക്കാവേ. ഇത് ചിപ്പി കൂണ. ഈ കടകളിലെല്ലാം 1-2 ദിവസം കൂടുമ്പോൾ 2-3 എണ്ണം വരും. അത് തീരുമ്പോഴേ അവരെടുക്കുള്ളൂ. അന്നേരം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്ന് ഈ കടയിലൊക്കെ വെക്കുന്നത്. അന്നേരം രാവിലെ കൊണ്ടുവന്ന് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് അത് 2-3 എടുക്കുള്ളൂ. അവർ വിറ്റ് പോകും. അത് നല്ല കൂണാണ്. ഞങ്ങൾ ഈയിടെ ഉപയോഗിച്ചപ്പോൾ നല്ലതായിരുന്നു. അപ്പം തീയിൽ വെക്കാനും അല്ലാതെ ചുമ്മാ പീരയായിട്ട് തോരൻ പോലെ വെക്കാനും ഒക്കെ നല്ല കൂണാണ്. ഇത് ഫ്രഷ് സാധനമാണ്. ഇത് കണ്ടില്ലേ, നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. കൂണിന് ഇത് കുറേ നേരം ഉപ്പ് വെള്ളത്തിൽ മഞ്ഞൾ വെള്ളത്തിലും എല്ലാം ഇട്ട് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് കഴുകിയെടുക്കാം നമുക്ക്. അപ്പം നല്ലതല്ലേ, പിള്ളേർക്കൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ നല്ലതാണ്. ഇത് നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കൂണിൻ്റെ ഈ തണ്ടുവശമൊക്കെ നമുക്കൊന്ന് വെന്ത് പെട്ടെന്ന് വരാൻ വേണ്ടി നമ്മൾ എല്ലാം കീറി കൊടുത്തിട്ടുണ്ട്. ഈ തണ്ടുവശമൊക്കെ വേഗം താമസമാണ്. അപ്പം ഇതൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. ഇതിന് വേസ്റ്റ് ഒന്നുമില്ല, നല്ല കൂണാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് മിക്കവാറും ഒക്കെ മേടിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കറിയാതെ നല്ല കൂണാണ്. അപ്പോൾ പിന്നെ വല്ല കൂണ് തീയലോ എന്നേലും വെക്കുവാണെങ്കിൽ അതിൻ്റെ മസാലയൊക്കെ കൊണ്ട് കൂണിൻ്റെ ടേസ്റ്റ് വരുകയില്ല. കൂണിൻ്റെ ടേസ്റ്റ് എപ്പോഴും വരണമെങ്കിൽ തോരൻ വെക്കണം. വലിയ മസാലയൊന്നും ഇല്ലല്ലോ, പച്ചമുളകും ഉള്ളിയും തേങ്ങായും അല്ലേ ഉള്ളൂ, വലിയ മസാലയൊന്നും ഇടുന്നില്ലല്ലോ. അന്നേരം ആ കൂണിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ വല്ല തീയിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് ആ മസാലയുടെ എല്ലാം കൂടെ ടേസ്റ്റ് വരുന്നതുകൊണ്ട് നമുക്ക് കൂണിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് മനസ്സിലാക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ഞാൻ തീയിലൊക്കെ വെക്കുന്നതാണ്, ഓർഡർ തീയിൽ വെച്ച് കൊടുക്കുന്നതാണ്. തീയിലൊക്കെ ഊണിനൊക്കെ ഓർഡർ വരുമ്പം നമ്മൾ കൂണ് എന്തെങ്കിലും ഒരു തീയിൽ നമുക്ക് എപ്പോഴും കാണും നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിൽ. അപ്പം എന്തെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിൽ മേടിച്ച് വെക്കും. എന്തെങ്കിലുമൊക്കെ നമ്മൾ തീയില, ഇഞ്ചി തീയില, ഉള്ളി തീയില, പിന്നെ മത്തങ്ങ തീയില, അങ്ങനെ പല ഐറ്റമായിട്ടാണ് നമ്മൾ ഓർഡറിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ചെയ്യുന്നത് ഇത് തോരൻ വെക്കുമ്പോൾ യഥാർത്ഥ കൂണിൻ്റെ ടേസ്റ്റ് നമുക്ക് നല്ലതായിട്ട് അറിയാൻ പറ്റും. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. തോരൻ വെക്കുന്നതാണ് ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഇഷ്ടം. അപ്പം നമ്മൾ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ഇച്ചിരി വെള്ളത്തിൽ. നമുക്കിന്ന് പിന്നെ വലിയ വൃത്തികേടൊന്നും ഇല്ലല്ലോ, നല്ല കൂണല്ലേ. അതുകൊണ്ട് നമുക്കൊന്ന് ചുമ്മാ ഒന്ന് കഴുകിയെടുക്കാം. മഞ്ഞളും ഉപ്പും ഇട്ടാണ് ഞാൻ കഴുകുന്നത്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, തുള്ളി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം മഞ്ഞൾ വെള്ളത്തിൽ. നല്ലതായിട്ടൊന്ന് തിരുമ്പി കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിഴിഞ്ഞെടുക്കണം. വെള്ളമാണല്ലോ ഒന്നാമത് കൂണിന്. അപ്പോൾ കഴുകിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. കടകളിലെല്ലാം ചിപ്പിക്കൂണ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് മേടിച്ചുണ്ടാക്കാനുള്ളതേ ഉള്ളൂ. എപ്പോഴും നല്ലതാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. അപ്പം കൂണ് കഴുകി എടുത്തിട്ടുണ്ട്. ഇത്ര 60 രൂപയുടെ കൂണാണേ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനായിട്ടുള്ള ആവശ്യമായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4-5 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. കടുക്, വറ്റൽമുളക്, കരിയാപ്പില എടുക്കാൻ പോയിട്ടുണ്ട്, ആൾ വന്നിട്ടില്ല. ആൾ കരിയാപ്പിലയും കൊണ്ട് വന്നു. 2 ഇതൾ കരിയാപ്പില എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒതുക്കിയെടുക്കാം നമുക്ക്. അപ്പം ഉള്ളി ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു, ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഒരെണ്ണം മതി വെളുത്തുള്ളി, ഒരു കുഞ്ഞൊരു വെളുത്തുള്ളി.
വെളുത്തുള്ളിയുടെ ഒത്തിരി ചവയൊന്നും വേണ്ടല്ലോ. അപ്പം നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കണം. മൺചട്ടിക്കകത്താണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഒത്തിരി എണ്ണ വേണ്ട. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി കടുക് അങ്ങിട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കുകയാണെ. നല്ലപോലെ കടുക് പൊട്ടി തീരുന്ന ഭാഗമാണ് ഗൈസ്. നമുക്ക് പറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഗൈസ്. പറ്റൽമുളക് ഇട്ട് കൊടുത്തു ഗൈസ്. നമുക്കൊന്ന് ഇളക്കാം ഗൈസ്. അപ്പം നമ്മുടെ കരിയാപ്പില 2 ഇതള് നാടൻ കരിയാപ്പില, നമ്മുടെ മുറ്റത്ത് വളപ്പിലുള്ള കരിയാപ്പിലയാണ് ഗൈസ്. നമ്മൾ നാടൻ കറി വെക്കുമ്പോൾ നാടനായിട്ട് ചെയ്യുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഒതുക്കി വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കുന്നു ഗൈസ്. അപ്പം ഒതുക്കി വെച്ചേക്കുന്ന ഇട്ട് കൊടുത്തു ഗൈസ്. നമ്മൾ മുഴുവൻ അങ്ങോട്ട് ആഡ് ചെയ്യുകയാണ് ഗൈസ്. നമുക്കിപ്പം കൂണും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യാം ഗൈസ്. കൂണിട്ട് കൊടുക്കുകയാണ് ഗൈസ്. കൂണ് ഇട്ട് കൊടുക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം ഗൈസ്. കൂണിട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഗൈസ്. അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. വെള്ളം ഒത്തിരി വേണ്ട ഗൈസ്. കുറച്ച് വെള്ളം ഗൈസ് മതി ഗൈസ്. വെള്ളം നമ്മളിതിനെയും നമ്മളങ്ങോട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ് ഗൈസ്. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഉപ്പിട്ട് കൊടുക്കും ഗൈസ്. ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു ഗൈസ്. അപ്പം ഒത്തിരി തീ കൂട്ടി വെച്ചേക്കാം ഗൈസ്. അപ്പം നല്ലപോലെ വെള്ളം പറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് പിള്ളേരെ കൊണ്ട് തന്നെ കൂട്ടിച്ച് നോക്കിക്കാം. അപ്പം കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല കൂണ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു കുഞ്ഞു പാത്രത്തിലോട്ട് എടുക്കാം. നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ്. അപ്പം കൂണിൻ്റെ പേര് കണ്ടല്ലോ അല്ലേ, ചിപ്പിക്കൂണാണ്. വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് നമുക്ക് കടകളിലെല്ലാം കിട്ടും. അപ്പം നിങ്ങൾ ഈ കൂണൊക്കെ മേടിച്ച് പിള്ളേർക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തേക്കാമെന്ന് വെച്ചത്. അപ്പം കൂണൊന്നും നമുക്കിപ്പോൾ പറമ്പിലൊന്നും ഇല്ലല്ലോ. അപ്പം കൂണ് ഇങ്ങനെയൊക്കെ കിട്ടുന്ന വിഷമൊന്നും ഇല്ലാത്തതല്ലേ. നമ്മൾ പച്ചക്കറിയൊക്കെ ഉപയോഗിക്കുന്നതിൽ നല്ലതാണ്. ഒരു ആഴ്ചയിൽ ഒരു കൂണുകറിയൊക്കെ വെക്കുകയാണെങ്കിൽ പിള്ളേർക്കും ഇഷ്ടപ്പെടും. അപ്പം വലിയ ചിലവില്ല. 60 രൂപയല്ലേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിന് 4-5 പേർക്ക് കൂട്ടാനുള്ളതുണ്ട്. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. നല്ല രുചിയാണ്. ഞാൻ തണ്ടൊക്കെ കീറിയിട്ടുണ്ടല്ലോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. അധികം പിന്നെ വേകാതെ ഒന്നും കിടപ്പില്ല. നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ. ഇത് നല്ലതാണോ നോക്കിയേ. പിന്നെ തിന്ന് നോക്കിയേ. നല്ലതാണോ? എങ്ങനെയാ? സൂപ്പറാണോ? കുഞ്ഞ് നല്ലതാണോന്ന് പറഞ്ഞു. നല്ലതാണോ? സൂപ്പറാണോ? ചുപ്പാര കുഞ്ഞിനെ കടയിൽ നിന്ന് മേടിക്കുന്ന ഊണ. നല്ല സൂപ്പർ. അപ്പം കൊച്ചൂസ് കിച്ചൻ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ഇനി ഒരു നല്ലൊരു വീഡിയോയുമായി കാണുന്നുണ്ട്. ബൈ ബൈ.